ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. കുറച്ച് കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു. എനിക്ക് എക്സാം ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലായിരുന്നു കുറച്ച് നാൾ. അത് കഴിഞ്ഞാൽ കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. കുറച്ച് പ്രോജക്റ്റും അതുപോലെ തന്നെ കുറച്ച് തീംസൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ്. നമ്മളിന്നൊരു റിമോട്ട് കിറ്റിനെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള റിമോട്ട് കിറ്റാണ്, പക്ഷേ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരെണ്ണമാണ്. കാര്യം എന്ന് വെച്ചാൽ ഡോൾബി ഡിജിറ്റൽ സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു ആഡിയോ പ്രോസസർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു റിമോട്ട് കിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ബിഗിൻ. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്ത നിങ്ങളെ അറിയിക്കാനുണ്ട്. നമ്മുടെ ചാനലിന് 10K സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. താങ്ക് യു ആൾ ഫോർ സപ്പോർട്ടിങ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിനോടും ഫ്രണ്ട്സിനോടും സപ്പോർട്ട് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും ഡിസ്ലൈക്ക് ചെയ്തവർക്കും മറ്റെല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാനായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. ആ നൈസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ റിമോട്ട് കിറ്റ് വരുന്ന പാക്കേജ്. നോർമൽ ബൈൻഡ് പാക്കേജിൽ തന്നെ വരുന്നത്. ഫ്യൂടെക് ഓഡിയസ് എന്നാണ് ഞാനിപ്പോൾ ഈ ഒരു റിമോട്ട് കിറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഇത് അൺബോക്സ് ചെയ്തതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കാറ്റലോഗ് അതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ഇൻപുട്സ് ഔട്ട്പുട്ട്സ്, അത് മാത്രമല്ല ജസ്റ്റ് അതിൻ്റെ ഒരു കണക്ഷനും മറ്റു കാര്യങ്ങളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമുക്ക് ഡോൾബി ഡിജിറ്റൽ, അതുപോലെ ഡോൾബി പ്രോലോജി 2 DTS അതുപോലുള്ള ഫോർമാറ്റ്സ് എല്ലാം ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റിമോട്ട് കിറ്റാണ്. അതിനകത്ത് 2 ഓപ്റ്റിക്കൽ ഇൻപുട്ടും 2 കോയാക്സൽ, അതുപോലെ തന്നെ ഒരു ഓക്സ്, അതുപോലെ തന്നെ USB ഇൻബിൽറ്റ് ആയിട്ടുണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്. ഇത്രയും ഇൻപുട്ട് കീസാണ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ഗ്രാഫിക് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. വലിയ ഡിസ്പ്ലേ ആണ്, നോർമൽ ഒരു റിമോട്ട് കിറ്റിൽ വരുന്ന ഡിസ്പ്ലേ അല്ല. അതുപോലെ തന്നെ ഇൻപുട്ട് സെക്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരൊറ്റ ഓക്സ് ഇൻപുട്ടായി വരുന്നുള്ളൂ. പിന്നെ വരുന്നതെല്ലാം ഡിജിറ്റൽ ഇൻപുട്ട്സ് ആണ്. സോ അവിടെ ഒരു ഡ്രോബാക്കായിട്ട് തോന്നാം, പക്ഷേ ഡിജിറ്റൽ ഇൻപുട്ട് തോനേ ഉണ്ട് എന്നുള്ളതൊരു പ്ലസ് പോയിൻ്റ് ആണ്. പിന്നെ ഇത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു അക്രിലിക് ഷീറ്റ് അവർ തന്നെ നമുക്ക് തരുന്നുണ്ട്. ഇതിനകത്ത് തന്നെ സ്ക്രൂ ചെയ്യാനുള്ള എല്ലാ പൊസിഷൻസ് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് അതെല്ലാം മാർക്ക് ചെയ്ത് കളർ ചെയ്ത് തന്നെയാണ് വരുന്നത്. സോ ഈസി, നമുക്ക് എളുപ്പം തന്നെ ഫിക്സ് ചെയ്യാൻ സാധിക്കും. പിന്നെ നോർമൽ റിമോട്ടാണ്. എനിക്കൊരു ഡ്രോബാക്കായിട്ട് തോന്നിയത് ഈ ഒരു റിമോട്ടാണ്. കാര്യം അവർക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു റിമോട്ട് ചൂസ് ചെയ്യാറുണ്ടോ. ഇത്രയും പ്രൈസ് വരും, ഏകദേശം 5800 to 6000 ഈ ഒരു റിമോട്ട് കിറ്റിന് പ്രൈസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ കിട്ടിയ കണക്ട് ചെയ്യാനുള്ള കേബിൾസ്. നമുക്ക് ഡിസ്പ്ലേയിൽ നിന്ന് അതിൻ്റെ മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുള്ള കേബിളിന് നല്ല നീളമുണ്ട്. സോ ആ ഡിസ്പ്ലേ നമുക്ക് ബാക്കിൽ ഡയറക്റ്റ് കണക്ട് ചെയ്താലും ഫ്രണ്ടിൽ എത്താൻ വേണ്ടിയുള്ള നീളം അതിനുണ്ട്. അതൊരു നല്ല കാര്യമാണ്. പിന്നെ എൻ്റെ USB-യുടെ റോട്ടേറ്റിംഗ് എൻകോഡർ എല്ലാം അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ മദർ ബോർഡ്. ഇതാണ് ഇതിൻ്റെ 5.1 ഡീകോഡർ കിറ്റ്. നല്ലൊരു PCBയിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സൈറസ് ലോജിക്കിൻ്റെ പ്രോസസ്സറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. PCBയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള PCBയാണ്. നോർമൽ അവർ ഫ്യൂടെക് അതല്ലെങ്കിൽ ഏതൊരു റിമോട്ട് കിറ്റും യൂസ് ചെയ്തിരിക്കുന്ന അതേ രീതിയിലുള്ള കണക്റ്റേഴ്സും മറ്റു കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫുൾ SMD കമ്പോണൻസ് ആണ്. കപ്പാസിറ്റേഴ്സ്, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് വെച്ച് ബാക്കി ഒരുമാതിരിപ്പെട്ട എല്ലാം ഫുൾ SMD കമ്പോണൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് യൂസ് ചെയ്തിരിക്കുന്നത് PT2322 IC ഉണ്ട് പ്രോലോജിക്കിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പിന്നെ ഓഡിയോ ഡാക്ക് IC ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്, ഓഡിയോ പ്രോസറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് സൈറസ് ലോജിക്കിൻ്റെ CS സീരീസിൽ വരുന്ന ഒരു IC ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പവർ സപ്ലൈ സെക്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 12012 2 amps AC ആണ് കൊടുക്കേണ്ടത്, DC അല്ല. പവർ സപ്ലൈയുടെ സെക്ഷൻ ഇതിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ 5.1 ചാനൽ ഔട്ട്പുട്ട്സ് ഉണ്ട്. ഡിസ്പ്ലേയിൽ നിന്ന് വരുന്ന ആ ഒരു കണക്ടർ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിസ്സാരം അറിയാവുന്ന ഒരാൾക്ക്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾക്ക് തന്നെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. കോംപ്ലിക്കേഷൻ ഒന്നും തന്നെ ഇല്ല. എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സോക്കറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സോക്കറ്റ്സാണ് ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് ആ സോക്കറ്റ്സിനകത്ത് നട്ടിട്ട് മുറിക്കാൽ തന്നെ നമുക്കത് ടൈറ്റ് ചെയ്താൽ തന്നെ നമുക്കത് ആ ഒരു ബാക്കിലെ പാനൽ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇതിനകത്ത് കൂടെ കിട്ടിയ പാനൽ തന്നെ അതിന് കറക്റ്റ് ഫിക്സ്ഡ് ആണ്. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് ആംപ്ലിഫയറിൻ്റെ ബാക്ക് പാനലിൽ ഈസി ആയിട്ട് അല്ലെങ്കിൽ ടൈറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. ഈ ഒരു മദർ ബോർഡിനകത്ത് തന്നെ നമുക്ക് ക്യാബിനകത്തോട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി 4 സൈഡിലും ഹോൾ തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഈ ഒരു ഓവർവ്യൂ, ഈ ഒരു ബോർഡിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത് ഇതാണ്. CS493292 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. AVR സബ് ഫാമിലി വരുന്ന ഈ ഒരു പ്രോസസ്സറിന് ഡോൾബി ഡിജിറ്റൽ പ്ലസ് ഡോൾബി പ്രോലോജിക്, അതുപോലെ തന്നെ DTS CS മുതലായ
ഫോർമാറ്റ്സിനെ ഡീകോഡ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. സോ അവരുടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ എങ്ങനെ അവർ മിക്സ് ചെയ്തേക്കുന്നു അതിനെ അതുപോലെ തന്നെ ചാനൽ സെപ്പറേറ്റ് ചെയ്ത് ഔട്ട്പുട്ടിൽ തരാൻ ഈ ഒരു പ്രോസസ്സറിന് ശേഷിയുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഭയങ്കര വലിയൊരു ഡിസ്പ്ലേ ആണ്, ലാർജ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്, നോർമൽ ഡിസ്പ്ലേ അല്ല. നല്ലൊരു PCB, നല്ല കിഡിലൻ PCB ആണ് വന്നിരിക്കുന്നത്. പിന്നെ ബ്ലൂടൂത്തിൻ്റെയും USB-യുടെ എല്ലാം കണക്ഷൻസ് ഇതിനകത്ത് നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻറ്റിനയൊക്കെ നമുക്ക് ബാക്കിൽ കാണാം. വളരെ നല്ലൊരു ക്വാളിറ്റി ഉള്ള PCB ആണ്. എനിക്കിപ്പം ഈ ഒരു ബോർഡ് കണ്ടപ്പോൾ തന്നെ തോന്നിയെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ബോർഡും അതുപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ ബോർഡും നല്ല ഹൈ ക്വാളിറ്റി PCB-യാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തായി നമുക്കൊന്ന് ടേൺ ഓൺ ചെയ്ത് എന്തൊക്കെയാണ് അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 12/12 ഒരു 1 ആംപിയർ ട്രാൻസ്ഫോമറാണ്. 2 ആംപിയർ അല്ലാത്ത 1 ആംപിയറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ വയറിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ലെങ്തിയാണ്. നമുക്ക് ബാക്കിൽ ആംപ്ലിഫയറിൻ്റെ ബാക്കിൽ മറ്റേത് കണക്ട് ചെയ്താലും നമുക്ക് ഡിസ്പ്ലേയിലേക്ക് നല്ല നീളത്തിൽ ലെങ്ത് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കത് ടേൺ ഓൺ ചെയ്യാം. ടേൺ ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു വെൽക്കമിനോടായിട്ട് വരുന്ന DTS ഓഡിയോ സിസ്റ്റം എന്ന് പറഞ്ഞാണ് വരുന്നത്. എന്താ പറയുക, അടിപൊളി ഒരു ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് ഒരു കുറ്റവും പറയാനില്ല. ഇത്രയും പൈസ മുടക്കുന്നുണ്ടെങ്കിലും അത്ര ക്വാളിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഇത് ഓണാക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്നത് USB അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ എങ്ങനെ ഇതിനെ ഓഫ് ചെയ്യുന്നോ അതേ ഒരു മെമ്മറി തന്നെ ഓണായി വരികയും ചെയ്യുന്നുണ്ട്. മാക്സിമം മാസ്റ്റർ വോളിയം എന്ന് പറയുന്നത് 50 ആണ്. പിന്നെ ഓരോ ചാനലും സെപ്പറേറ്റ് വോളിയം കൺട്രോളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി ഓരോ ചാനലിൻ്റെയും സെപ്പറേറ്റ് വോളിയം കൺട്രോൾ ഒന്ന് നോക്കാം. ഇതാണ് എൻ്റെ ഫ്രണ്ട്, അതുപോലെ തന്നെ റിയർ, സെൻറ്റർ, വൂഫർ, എല്ലാത്തിനും നമുക്കൊരു 15 dBയോളം ഗെയിൻ അപ്പ് ചെയ്യാനുള്ള, അതായത് ഗെയിൻ വോളിയം നല്ല നമുക്ക് എക്സ്ട്രാ വോളിയം അപ്പ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നോർമൽ റിമോട്ട് കിറ്റെല്ലാം വരുന്നതാണ്. ഇതിനകത്ത് ആ ഒരു ഗ്രാഫിക്കൽ ഡിസ്പ്ലേയിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ബാസും ട്രബിളിൻ്റെ കൂടെ നമുക്ക് മിഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ വന്നിട്ടുണ്ട്. മിഡ് കൺട്രോൾ ചെയ്യാൻ നമുക്കിൻ്റെ സെൻട്രൽ ചാനലിലെ വോളിയം പ്രസ് ചെയ്യുമ്പോഴാണ് മിഡിൽ വർക്കാവുന്നത്. സോ അതും ഇതുപോലെ 15 dB നമുക്ക് അപ്പ് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമുക്ക് ബേസിക് ടോൺ കൺട്രോൾ. പിന്നെ മ്യൂട്ട് ഫംഗ്ഷൻ ഉണ്ട്. മ്യൂട്ട് ഫംഗ്ഷൻ വലിയൊരു ഡിസ്പ്ലേ ആയിട്ട് മ്യൂട്ട് എഴുതി കാണിക്കും, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു ടെസ്റ്റ് ടോൺസ് ഉണ്ട്. നമുക്ക് സ്പീക്കർ അറേഞ്ച്മെൻറ്റ്സ് കറക്റ്റ് ആണോ നോക്കാൻ പറ്റും. ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, അതുപോലെ തന്നെ എല്ലാ ചാനലിലും ടെസ്റ്റ് ടോൺ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. എന്തെങ്കിലും ഒരു റീഅറേഞ്ച്മെൻറ്റ് നമുക്ക് വരുത്തണമെങ്കിൽ നമുക്ക് വരുത്താം ഈ ഒരു ടെസ്റ്റ് ഓൺ വെച്ചിട്ട്. എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് തെറ്റ് സംഭവിച്ചാൽ അത് തിരുത്തുകയും ചെയ്യാം. സോ അത് നല്ലൊരു സംഗതിയാണ്. അടുത്തായിട്ട് നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് സെറ്റിങ്സിലേക്ക് പോകാം. അഡ്വാൻസ്ഡ് സെറ്റിങ്സിലേക്ക് വരുമ്പോഴേക്കും 3 സെറ്റിങ്സാണ് അതുള്ളത്. സ്പീക്കർ സെറ്റപ്പ്, ഓഡിയോ സെറ്റപ്പ് ആൻഡ് സിസ്റ്റം സെറ്റിങ്സ്. അപ്പം ഇത് 3 നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് നോക്കാം. സ്പീക്കർ സെറ്റപ്പിലേക്ക് പോകുമ്പോഴേക്കും ആദ്യമേ സ്പീക്കർ കോൺഫിഗറേഷനാണ്. അടുത്ത് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ലാർജ്, സ്മാൾ അങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അറേഞ്ച് ചെയ്യണമെന്നല്ല, അതിൻ്റെ ലാർജ് സ്മാൾ ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അത് നമുക്ക് വർക്കാവും. പിന്നെ ഊഫറിൻ്റെ കോംബോ ഇമ്പാക്റ്റ്, അതുപോലെ തന്നെ പിന്നെ ഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. പിന്നെ ഏറ്റവും താഴെ റീസെറ്റ്, നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും ഫംഗ്ഷനാണ് മെയിനായിട്ട് സ്പീക്കർ കോൺഫിഗറേഷനകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് തന്നെ DSP ക്രോസ് ഓവേഴ്സ് ഉണ്ട്. സ്പീക്കേഴ്സിന് എത്ര ഹെഡ്സിലാണ് ക്രോസ് ഓവർ സെറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ വൂഫറിന് എത്ര ഹെഡ്സിലാണ് ക്രോസ് ഓവർ സെറ്റ് ചെയ്യേണ്ടത് എന്നതിനകത്ത് വ്യക്തമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രീക്വൻസിയിൽ സെറ്റ് ചെയ്യാം. സോ അത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രീക്വൻസിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ബോക്സും നമ്മുടെ സബ് ബോക്സും ഏത് ഫ്രീക്വൻസിയാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് അതിൽ പീക്ക് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് വൂഫറിനെ ട്യൂൺ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ സ്പീക്കേഴ്സിൻ്റെ 100 ഹെഡ്സിൽ ടപ്പ് ചെയ്തു. അതുപോലെ തന്നെ വൂഫറിൻ്റെ നമുക്ക് ഏറ്റവും മിനിമം 40 ഹെഡ്സാണ്. പിന്നെ അതിൽ നിന്ന് നമുക്ക് മേലോട്ട് കൂട്ടി പോകാൻ സാധിക്കും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് രീതിയിലാണ് ടോൺ സെറ്റ് ചെയ്യേണ്ടത് അതേ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ് ഈ ഒരു റിമോട്ട് കിറ്റിൻ്റെ. പിന്നെ ഇതിനകത്തൊരു ഡിലേ സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇഷ്ടമുള്ള ഡിലേ നമുക്ക് സെറ്റ് ചെയ്യാം സ്പീക്കേഴ്സിന്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഓഡിയോ സെറ്റപ്പാണ്. ഓഡിയോ സെറ്റപ്പിന് നമുക്ക് മോഡ്സ് ലെവലുണ്ട്. അതുപോലെ നമ്മുടെ യൂസർ നേരത്തെ കാണിച്ച അതേ തന്നെ സംഗതി തന്നെ മിഡിൽ, ട്രബിൾ, ബാസും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അസൈൻ ചെയ്യാം. അത് നമുക്കല്ലാതെ തന്നെ ഫംഗ്ഷനായിട്ട് നമുക്ക് ബട്ടൺസിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതല്ലാതെ നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ടോൺ ഓൺ ഓഫ്, അതുപോലെ തന്നെ റീസെറ്റ് ഓൾ. ടോൺ വേണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റും ടോൺ ഫുള്ള് നമുക്ക് ഓഫ് ചെയ്യാം. ലെവൽസ് മാസ്റ്ററായിട്ട് തന്നെ കിടക്കും. അതൊരു നല്ല അഡ്വാൻറ്റേജ് ആണ്. പിന്നീടുള്ളത് നമുക്ക് ജനറൽ സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ബൂട്ട്, സ്റ്റാൻഡ് ബൈ, ഓണും ഓഫും ആക്കാം. LCD ടൈമറുണ്ട്. ട്രിം വോളിയം ഉണ്ട്. അതായത് വോളിയം നമുക്ക് ഓരോ ചാനലിനും ട്രിം വോളിയം കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ബൂട്ട് വോളിയം അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റെസ്യൂം ചെയ്യണോ അല്ലെങ്കിൽ പിന്നെ റിഫ്രഷ് ആയിട്ട് വരണം, ഓഫാക്കിയിട്ട് ഓൺ ആക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പോൾ അത് അങ്ങനെ കുറേ സെറ്റിങ്സ് ഉണ്ട്. നമ്മുടെ നോർമൽ റിമോട്ട് കിറ്റിനെ അപേക്ഷിച്ച് ഒരുപാട് സെറ്റിങ്സ് ഇതിനകത്തുണ്ട്. ഇഷ്ടമുള്ള സാധനങ്ങൾ ലോക്ക് ചെയ്ത് വെക്കാനുള്ള സെറ്റിങ്സ് വരെ ഉണ്ട്. പിന്നെ FM മൊഡ്യൂൾ ഓൺ ഓഫ്, അതുപോലെ തന്നെ ഒരുമാതിരിപ്പെട്ട ഒരു ഫുൾ കൺട്രോൾ നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. വെൽക്കം നോട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്താ DTS സിസ്റ്റം എന്നാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇൻപുട്ട് സോഴ്സിനെയും വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം.
ഇൻപുട്ട് സോഴ്സിൻ്റെ ആ ഒരു കീസ് മാറ്റാൻ അതും വേണമെങ്കിൽ നമുക്കിനെ സാധിക്കും. കീസ് മാറ്റാൻ കീ മാപ്പ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമുള്ള റിമോട്ട് കീ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിലെ ബ്ലൂടൂത്ത് നെയിം മാറ്റാൻ പറ്റും. ആകെ മൊത്തം പറഞ്ഞാൽ ഈ ഒരു റിമോട്ട് കീറ്റിൻ്റെ ഫുൾ കൺട്രോൾ നമുക്ക് കിട്ടും ഈ ഒരു അഡ്വാൻസ്ഡ് സെറ്റിങ്സിനകത്ത്. അതൊരു വലിയ പ്രത്യേകതയാണ് ഇതിൻ്റെ. അപ്പോൾ ഇതല്ലാതെ പിന്നെയും കുറച്ച് മോഡ്സ് ഉണ്ട്. അതായത് മൂവി, മ്യൂസിക് അങ്ങനെ പറഞ്ഞ് നോർമലായിട്ട് വരുന്ന കുറേ മോഡ്സ് ഉണ്ട്. പിന്നെ സ്റ്റീരിയോ, മാട്രിക്സ് അങ്ങനെ പറഞ്ഞ് കുറേ അല്ലാത്ത കുറേ സ്പീക്കർ സെറ്റപ്പിനകത്ത് വരുന്ന കുറച്ച് ചേഞ്ചസ്, അങ്ങനെ കുറേ രീതിയിലുള്ള എന്താ പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് സെറ്റിങ്സ് ഈ ഒരു റിമോട്ട് കിറ്റിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു റിമോട്ട് കിറ്റാണിത്. കുറച്ച് സ്ലോനെസ് എനിക്ക് ഫീൽ ചെയ്തു. കാര്യം എനിക്ക് തോന്നുന്നു ഇത്തിരി ഹെവി ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ആയതുകൊണ്ടായിരിക്കും ചെറിയൊരു സ്ലോനെസ് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ മേജറായിട്ടുള്ള ലാഗിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. പ്രോസസ്സറിനകത്തുള്ള ഹീറ്റിങ്ങൊക്കെ പറയത്തക്ക ഹീറ്റിംഗ് ഒന്നുമില്ല, വളരെ മിനിമൽ ഹീറ്റിംഗ് ആണ്. യാതൊരു വിധത്തിലുള്ള സാധനങ്ങൾ ഹീറ്റാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു റിമോട്ട് കിറ്റാണ്. 5800 to 6000 രൂപയാണ് ഇതിന് വില വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. കാര്യം നല്ല ഹൈ ക്വാളിറ്റിയിൽ നല്ലൊരു ഓഡിയോ ഡാക്കിലൂടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഓഡിയോ പ്രോസസ്സറിലൂടെ നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റിമോട്ട് കിറ്റ് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. മീ ആദർശം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.